ഹലോ മക്കളെ, അമൽ സാറാണേ. ഏകൻ +1ലേക്ക് സ്വാഗതം. നമുക്കൊരു കാര്യം ചെയ്യാം. അനാട്ടമി ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള +1 ഒരു ചാപ്റ്ററാണ് അനാട്ടമി ചാപ്റ്റർ. കുട്ടികൾക്ക് ഏറ്റവും കൺഫ്യൂസ്ഡ് ആയിട്ട് ഏറ്റവും കഷ്ടപ്പാടായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അനാട്ടമി അല്ലേ. ഈ അനാട്ടമി നമുക്ക് റെക്കോർഡ് വേഗത്തിൽ വളരെ ഷോർട്ടായിട്ടും ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നോക്കിയാൽ മക്കളെ, അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സിന്റെ ഇന്റേണൽ സ്റ്റഡീസ്, അതായത് ഉള്ളിലുള്ള ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന സ്റ്റഡീസ് ആണ് എന്ത് അനാട്ടമി എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ഓർഗൻസ് ആണല്ലോ ഇരിക്കുന്നത് അല്ലെ. കിഡ്നി ഒരു ഓർഗനാണ്, ആൻഡ് ഹേർട്ട് ഒരു ഓർഗനാണ്. ഇങ്ങനെ ഓരോ ഓർഗൻസ് നമ്മുടെ ബോഡിയിലില്ലേ. ഈ സെയിം സാധനങ്ങൾ പ്ലാന്റ്സിലേക്ക് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? പ്ലാന്റ്സിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് നമുക്ക് നോക്കാം. പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലെ ഓർഗൻസ് അല്ല മക്കളെ, അവിടെയുള്ള എന്താണ് ടിഷ്യൂസ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ടിഷ്യൂ ആണ് ഒരു പ്ലാന്റ്സിന്റെ ഉള്ളിലുള്ളത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂവും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് ടിഷ്യൂസ്. പക്ഷേ നമ്മുടെ പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർ ഡിവൈഡും ചെയ്യില്ല, അവർക്ക് എന്ത് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, അവരൊരു ഫംഗ്ഷൻ എടുത്തോണ്ട് അവിടെ ഇരിക്കുന്നവരാണ് ആര്? പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അല്ലേ. ഇനി നമുക്ക് അറിയാനുള്ള ഒറ്റൊരു കാര്യം, പ്ലാന്റ്സിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു പ്ലാന്റിനെ എടുത്തിട്ട് അവരുടെ ഒരു സ്റ്റെമ്മോ റൂട്ടോ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് അവരുടെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ നമ്മളൊരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എങ്ങനെയാണ് ടിഷ്യൂ അടുക്കി വെച്ചേക്കണം നമുക്ക് അറിയണ്ടേ. ഇങ്ങനെ നോക്കിയേ, ഇവിടെ വട്ടത്തിൽ ഒരു പ്ലാന്റിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ എടുത്ത് വെച്ചേക്കാണേ. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ടറിലായിട്ടുള്ള ഒരു കുറച്ച് സെൽസുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇൻസൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കുറേ സെൽസുകൾ വേറെ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെയും ഉള്ളിലായിട്ട് സെൻറ്ററിൽ കുറച്ച് ടിഷ്യൂസ് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നോക്കിയേ, ഒരു പ്ലാന്റിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഔട്ട് സൈഡിൽ നിന്ന് ഇൻസൈഡ് സെൻറ്റർ റീജിയൻ വരേക്ക് നമ്മൾ പോയി കഴിയുവാണെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് നോക്കേണ്ടത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ടിഷ്യൂ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുന്നത്. ടിഷ്യൂ സിസ്റ്റം. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആകെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ടിഷ്യൂ സിസ്റ്റവും മോണോകോട്ട്, ഡൈകോട്ട്, റൂട്ട്, സ്റ്റെം, ലീവ്സ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. നമുക്ക് ആദ്യം നോക്കാം ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, നോക്കിയോ, ഒരു പ്ലാന്റ്സിന്റെ ഉള്ളിൽ ഔട്ട് സൈഡ് ടു ഇൻസൈഡിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതലുള്ളത് എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം, ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആൻഡ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞ് 3 ടിഷ്യൂ സിസ്റ്റംസ് ആണുള്ളത്. ഓക്കെ, അതിൽ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ഔട്ടർ സൈഡിൽ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഔട്ടർ ലെയറിലുള്ള പ്രൊട്ടക്ഷൻ ലെയറിന്റെ പേരാണ് എന്ത്? എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് അറിയണ്ടേ. അതാണ് ഇവിടെ 3 കൊടുത്തേക്കുന്നത്. എപ്പിഡെർമൽ സെൽസ്, സ്റ്റൊമേറ്റ, എപ്പിഡെർമൽ അപ്പൻഡേജസ്. ഓക്കെ, എപ്പിഡെർമൽ സെൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലോങ്ങേറ്റഡ് പാരൻകൈമ സെൽസ് ആണ്. നീളത്തിലുള്ള പാരൻകൈമ സെൽസ് ആണ് നമ്മുടെ എപ്പിഡെർമൽ സെൽസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒറ്റൊരു ക്വസ്റ്റ്യൻ വരുള്ളൂ. നമ്മുടെ സ്റ്റെമ്മിലും ലീഫിലും ഈ എപ്പിഡെർമൽ സെല്ലിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ അല്ലെങ്കിൽ ഒരു വാക്സി ലെയർ നമുക്ക് കാണാൻ പറ്റും. ഒരു വാക്സി ലെയർ. ആ വാക്സി ലെയറിന്റെ പേരാണ് ക്യൂട്ടിക്കിൾ എന്ന് നമ്മൾ പറയും. ക്യൂട്ടിക്കിൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്യൂട്ടിക്കിൾ എന്താണ്? ഒരു വാക്സി ലെയർ ആണ്. എവിടെയുള്ളത്? എപ്പിഡെർമൽ സെല്ലിന് മുകളിലുള്ള ഒരു വാക്സി ലെയറിന്റെ പേരാണെന്ത്? ക്യൂട്ടിക്കിൾ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ ഇനിയുള്ള ഒരു സാധനമാണ് സ്റ്റൊമേറ്റ എന്ന് പറയും. സ്റ്റൊമേറ്റ. അപ്പൊ ഈ സ്റ്റൊമേറ്റ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിലെ നാച്ചുറൽ ഓപ്പണിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റൊമേറ്റ. നാച്ചുറൽ ഓപ്പണിങ്ങിന്റെ പേരാണ് സ്റ്റൊമേറ്റ. ഇവരുടെ എന്തായിരിക്കും ഫംഗ്ഷൻ? നമ്മുടെ ഒരു നാച്ചുറൽ ഓപ്പണിംഗ് ആണ് മൂക്കില്ലേ. ഈ മൂക്ക് വഴിയാണ് നമ്മൾ ശ്വസിക്കുന്നതല്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ പ്ലാന്റ്സിലും സ്റ്റൊമേറ്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണ് ഇവരുടെ ഫംഗ്ഷൻ. ഗ്യാസുകളെ എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു ഫംഗ്ഷൻ. ഇനി അല്ലാതെ വേറൊരു ഫംഗ്ഷൻ കൂടി ഇവർ കാണാറുണ്ട്. എന്താണ്? ട്രാൻസ്പിറേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ട്രാൻസ്പിറേഷൻ. ആൻഡ് ഈ സ്റ്റൊമേറ്റയുടെ ഡൈക്കോട്ടിന്റെയും മോണോകോട്ടിന്റെയും സ്റ്റൊമേറ്റയുടെ സ്ട്രക്ചർ ആണ് ഇനി എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു സാധനം. ഡൈക്കോട്ടിന്റെയും മോണോകോട്ടിന്റെയും സ്റ്റൊമേറ്റയുടെ സ്ട്രക്ചർ അത് നമുക്ക് നോക്കിയാലോ. ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് സ്റ്റൊമേറ്റന്റെ സ്ട്രക്ചർ നോക്കിയാൽ ഡൈക്കോട്ടിന്റെ ഉള്ളിലുള്ള ആ ഒരു സെല്ല്, ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബീൻ ഷേപ്പിലുള്ള 2 സെല്ല് കാണാൻ പറ്റും സ്റ്റൊമേറ്റയ്ക്ക്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഗാർഡ് സെൽ. ആൻഡ് അതിനെ കവർ ചെയ്തിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് എപ്പിഡെർമൽ സെല്ലുണ്ട്. അതിന്റെ പേരാണ് സബ്സിഡയറി സെൽസ് എന്ന് നമ്മൾ പറയും. ഇതിനെ കവർ ചെയ്ത് എപ്പിഡെർമൽ സെൽ അല്ല, പാരൻകൈമ സെൽസ് ഉണ്ട്. അതിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട്. അതിന്റെ പേരാണ്
സബ്സിഡറി സെൽസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. സബ്സിഡറി സെൽസ് എന്ന് പറയുന്നു. ആൻഡ് അപ്പൊ എന്താണ് മോണോകോട്ട് ഡൈകോട്ട് സ്റ്റൊമേറ്റ നമ്മളെ വ്യത്യാസം അറിയണ്ടേ? ആദ്യം അത് നോക്കിയിട്ട് പോകാം. ഈ മോണോകോട്ടിലെ സ്റ്റൊമേറ്റ നോക്കുവാണെങ്കിൽ അതിലെ ഗാർഡ് സെൽസിന് ഡംബലിന്റെ ഷേപ്പ് ആയിരിക്കൂടാ. ഡംബലിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് ഡംബൽ എടുക്കില്ല, ഡംബല്, ആ ഡംബലിന്റെ ഷേപ്പ് ആയിരിക്കും ഇതിലെ ഗാർഡ് സെല്ലിന്റെ ഷേപ്പ്. ആൻഡ് ഇതിനെ കവർ ചെയ്തിട്ട് ഇവിടെയുമുണ്ട് സബ്സിഡറി സെൽസ്. അപ്പൊ നോക്കിയേ, ഇവിടെ ഗാർഡ് സെൽ ഇതാണ്, ആൻഡ് ഇവിടെ സബ്സിഡറി സെൽസ് ഈ കവർ ചെയ്തേക്കുന്നതാണ്. ഇനി ഇതിന്റെ സെൻട്രൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നോക്കിയേ, സെൻട്രൽ ഒരു ഓപ്പണിംഗ് ആണെന്നില്ലേ, ഇവിടെയും കാണാം ഈ ഒരു ഓപ്പണിംഗ് ആണെന്നില്ലേ. ഇതിനൊരു ഒറ്റ പേരേ ഉള്ളൂ, സ്റ്റൊമേറ്റൽ പോർ എന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റൊമേറ്റൽ പോർ എന്നാണ് നമ്മൾ ഇതിന് പറയുന്ന പേര്. അപ്പൊ നോക്കിയേ, ഇതിന്റെ സ്റ്റൊമേറ്റ ഡൈക്കോട്ട് മോണോകോട്ട് സ്റ്റൊമേറ്റയുടെ വ്യത്യാസം മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ള കാര്യം എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്താണെന്നുള്ള കാര്യം അറിയണം. എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ആൻഡ് ട്രൈക്കോം ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഹെയർ ആൻഡ് ട്രൈക്കോം, ഹെയറും ട്രൈക്കോമും. റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഹെയർ കാണാൻ പറ്റും, റൂട്ടിന്റെ എപ്പിഡെർമിസിൽ ഹെയർ കാണാൻ പറ്റും. ബട്ട് സ്റ്റെമ്മിന്റെ എപ്പിഡെർമിസിലുള്ള ഹെയറിന് നമ്മൾ ഒരിക്കലും ഹെയർ എന്ന് പറയില്ല. അതിന് പറയുന്ന പേരെന്താണ്? ട്രൈക്കോം എന്നാണ് നമ്മൾ സ്റ്റെമ്മിലുള്ള ഹെയറിന്റെ പേര് പറയുന്നത്. ട്രൈക്കോം എന്നാണ് പറയുന്നത്. ഈ ട്രൈക്കോമിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റൂട്ടിലുള്ള ഹെയർ പോലെ അബ്സോർപ്ഷൻ അല്ല. ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തക്കാളിയിലൊക്കെ ഈ വെള്ള കളറുള്ള ഹെയർ കണ്ടിട്ടില്ലേ, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഈ വാട്ടർ വെളിയിൽ പോവാതെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇത്രേ ഉള്ളൂ. ഈ കാര്യങ്ങൾ നമ്മുടെ എപ്പിഡെർമൽ ടിഷ്യൂസിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഈ സ്റ്റൊമേറ്റ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. ഇനി നമ്മൾ നോക്കുവാണ് എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് നമുക്കറിയണം. ഗ്രൗണ്ട് ടിഷ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിലെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ഫുൾ റീജിയൻ, അതായത് ഈ റൗണ്ടിലുള്ള ഒരു പ്ലാന്റിനെ നമ്മൾ കണ്ടില്ലായിരുന്നോ, ക്രോസ് സെക്ഷൻ കണ്ടില്ലായിരുന്നോ? ഈ സ്റ്റെമ്മിന്റെ ആണെങ്കിൽ റൂട്ടിന്റെ ആണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഈ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന എല്ലാ റീജിയനും, ഫുൾ റീജിയൻ നമ്മൾ പറയുന്ന പേരാണെന്ന് ഗ്രൗണ്ട് ടിഷ്യൂ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം എഴുതി വെക്കാം ഗ്രൗണ്ട് ടിഷ്യൂനെ കുറിച്ച്. ഇറ്റ് ഈസ് ലൈസ് ബിറ്റ്വീൻ എപ്പിഡെർമിസ് ആൻഡ് വാസ്കുലാർ ബണ്ടിൽ. ഇതിന് രണ്ടിന്റെയും ഇടയ്ക്കാണ് ഇവരുടെ സ്ഥാനം. എവിടേക്കാണ്? എപ്പിഡെർമിസിന്റെയും വാസ്കുലാർ ബണ്ടിലിന്റെയും ഇടയ്ക്ക്. ഓക്കെ, ഇനി നോക്കാം ഇവർ എന്തുകൊണ്ടാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് അറിയണ്ടേ. ഒരു ഗ്രൗണ്ട് ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ടുള്ള നമുക്ക് നോക്കാം എന്താണെന്ന്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ടുള്ള പാരൻകൈമ, കോളൻകൈമ ആൻഡ് സ്ക്ലീറൻകൈമ, ഈ 3 സെല്ലുകളാണ്. ഇതാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂവിൽ വരുന്നവരാണ് ഇവരെ. അപ്പൊ നമ്മൾ ഇവരെ കുറിച്ചുള്ള 2 പോയിന്റുകൾ അവിടെ എഴുതി വെച്ചാൽ മതി. ഗ്രൗണ്ട് ടിഷ്യൂവിനെ കുറിച്ച് എന്താ? ഒന്ന്, ഇവരുള്ള സ്ഥലം എപ്പിഡെർമിസിന്റെയും വാസ്കുലാർ ബണ്ടിലിന്റെയും ഇടയ്ക്കെന്നാണ് നമ്മുടെ NCERT പറഞ്ഞേക്കുന്നത്. അങ്ങനെ തന്നെ എഴുതിക്കോട്ടോ. ഇനി അടുത്തോണം എന്താണ്? ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്? ഈ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. അതാരൊക്കെയാ? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഇവർ 3 പേരാണ് ആ ആൾക്കാർ അല്ലേ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയണം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം നമുക്ക് നോക്കാം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ. ആരൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം? സൈലം ആൻഡ് ഫ്ലോയം. സൈലവും ഫ്ലോയവും കൊണ്ടാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആരൊക്കെയാണ്? സൈലം ആൻഡ് ഫ്ലോയം വെച്ചിട്ടാണ് നമ്മുടെ വാസ്കുലർ ടിഷ്യൂനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി എവിടെയാണ് ഇവരെ കാണാൻ പറ്റും നോക്കാം. നമ്മൾ നേരത്തെ കണ്ട സ്റ്റെമ്മിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് അതിന്റെ ഉള്ളിലേക്ക് മുഴുവൻ ഗ്രൗണ്ട് ടിഷ്യൂ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ ഏറ്റവും സെൻട്രലായിട്ടായിരിക്കും എപ്പോഴും നമ്മൾ വാസ്കുലർ ടിഷ്യൂനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് ഈ വാസ്കുലർ ടിഷ്യൂ സിസ്റ്റം റൂട്ട്, സ്റ്റെം, ലീഫിലൊക്കെ എടുത്ത് നോക്കിയാൽ 3 ടൈപ്പേ കാണാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെയാണ് ആ ടൈപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ ആൻഡ് കൺജോയിന്റ് ക്ലോസ്ഡ് വാസ്കുലാർ ബണ്ടിൽ ആൻഡ് റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. കൺജോയിന്റ് ഓപ്പൺ, കൺജോയിന്റ് ക്ലോസ്ഡ്, ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ. കൺജോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലവും ഫ്ലോയവും ഒറ്റ ബണ്ടില്, ഇത് ഫ്ലോ ആണെന്ന് വിചാരിക്കുക. താഴെ ഞാനൊരു സൈലം വരയ്ക്കുന്നു വിചാരിക്കുക, ഇത് സൈലവും ഫ്ലോയവും ഒറ്റ ബണ്ടില്. വേറെ കളറിൽ കാണിച്ചു തരാൻ നോക്കിയേ. ഇവിടെ ഫ്ലോയം, ഈ പച്ച കളറുള്ളത് നമ്മുടെ സൈലം ആണെന്ന് വിചാരിക്കുക. റെഡ് കളറിൽ മുകളിൽ കാണുന്നത് ഫ്ലോ ആണെന്ന് വിചാരിക്കുക. ഇവർ രണ്ടുപേരും ഒറ്റ ബണ്ടിലിരുന്ന അതിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? കൺജോയിന്റ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ കൺജോയിന്റ് ഓപ്പണിലും കൺജോയിന്റ് ക്ലോസിലും എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പാർട്ടില് ഫ്ലോയവും ഒരു പാർട്ടില് സൈലവും ആണെന്ന് മനസ്സിലായി. രണ്ടും ഒറ്റ ബണ്ടില്ല, അതുകൊണ്ടാണ് ആ പേരെന്ത്? കൺജോയിന്റ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണം എന്നാണ് അറിയേണ്ടത്. ഓപ്പൺ. ഓക്കെ, അപ്പൊ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിലല്ലേ ഇവിടെ കൊടുത്തേക്കുന്നത്. സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്ക് കേംബിയം എന്നൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ, സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയ്ക്ക് കേംബിയം എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു പേര് കൊടുത്തു. എന്താണ്? ഓപ്പൺ എന്നൊരു പേര് കൊടുത്തു. കൺജോയിന്റ് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ. ഇനി അടുത്താണെന്ത്? കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ അവർ ആര് കാണില്ല? നോ കേംബിയം. അവിടെ കേംബിയം ഇല്ല എങ്കിലാണ് നമ്മൾ അവിടെ ഒരു പേര് യൂസ് ചെയ്യുന്നത്. എന്താണ്? ക്ലോസ്ഡ് കണ്ടീഷൻ എന്നൊരു പേര് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ കൺജോയിന്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ കേംബിയം ഉണ്ട്, കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ കേംബിയം ഇല്ല. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളതാണ് റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ. ഇത് കാണപ്പെടുന്നത് റേഡിയൽ ആർ ഫോർ റൂട്ട്, ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. എവിടെയെന്നറിയാവോ? റൂട്ടിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈലവും ഫ്ലോയവും ഡിഫറൻറ്റ് റേഡിയസിൽ, അതായത് ഫ്ലോയം ദേ ഇങ്ങനെ ഇരിക്കുക. നോക്കിയേ, ഫ്ലോയം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം ഫ്ലോയം ആണെന്ന് വിചാരിക്കണേ. പി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുവാണ് ഇതിന്റെ ഉള്ളിൽ സൈലം എന്തേ ഞാൻ പച്ച കളറിൽ ഞാൻ ദേ വരച്ചിട്ടുണ്ട്, സൈലം വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നതാണ് സൈലവും ഫ്ലോയവും ഇവിടെ ഒരു ബണ്ടിലല്ല. ഇവർ രണ്ടുപേരും എന്താണ്? ഡിഫറൻറ്റ് റേഡിയസിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് റേഡിയൽ എന്നൊരു പേര്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് അവരിയ്ക്കുന്നത്. എന്താണ്? ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഡിഫറൻറ്റ് റേഡിയസിലും ആണെന്നുള്ളതാണ് ഈ 2 പോയിന്റ് അവിടെ വേണ്ടേ. നോക്കിയേ, ഫ്ലോയം കഴിഞ്ഞാൽ സൈലം, സൈലം കഴിഞ്ഞാൽ ഫ്ലോയം, ഫ്ലോയം കഴിഞ്ഞാൽ സൈലം, സൈലം ഫ്ലോയം, സൈലം ഫ്ലോയം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എപ്പോഴും ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അറേഞ്ച്മെന്റ് പറയുന്ന പേരാണ് റേഡിയൽ അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഡൈക്കോട്ട് റൂട്ടും മോണോകോട്ട് റൂട്ടും തമ്മിലുള്ള വ്യത്യാസം, ഡൈക്കോട്ട് സ്റ്റെം മോണോകോട്ട് സ്റ്റെം തമ്മിലുള്ള വ്യത്യാസം, ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ് തമ്മിലുള്ള വ്യത്യാസം. ഇത് പഠിക്കാനായിട്ട് മക്കളെ നിങ്ങൾ ഒരുപാടൊന്നും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഇത് തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ മാത്രം അറിയുവാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് അത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, മോണോകോട്ടും ഡൈക്കോട്ടും നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടിന്റെ എപ്പിഡെർമിസിൽ ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഒരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി നോക്കുവാണ് കോർട്ടെക്സ് ലെയർ നോക്കുവാൻ രണ്ടിലും ഒരേ റൗണ്ട് പാരൻ കൈമയാണ് കാണുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡോഡെർമിസ് നോക്കിയേ, രണ്ടിലും ഒരേപോലെ തന്നെ എൻഡോഡെർമിസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ബാരൽ ഷേപ്ഡ് എൻഡോഡെർമിസ്. ഇനി കാണുവാണ് അത് കഴിഞ്ഞിട്ടുള്ള പെരിസൈക്കിള് സെയിം ആണ്. പാരൻ കൈമ സെൽസ് ഹെക്സഗണൽ ഷേപ്പിൽ അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇനി അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ സൈലവും ഫ്ലോയും എടുക്കുമ്പോഴാണ് ആദ്യത്തെ വ്യത്യാസം കാണാൻ പറ്റുന്നത്. ഡൈക്കോട്ടിന്റെ റൂട്ടിലെ സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽസ് നമുക്കറിയാം ഒരു 2 to 4 സൈലം ആൻഡ് ഫ്ലോയം ഫ്ലാറ്റ് പാച്ചസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എത്രയാണ്? ഫസ്റ്റ് ഡിഫറൻസ് ആണ് 2 to 4 സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ മോണോകോട്ട് റൂട്ടിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 സൈലത്തെ ഞാൻ എണ്ണി നോക്കിയോ. 1 2 3 4 5 6 ഫ്ലോയത്തെ ഞാൻ ഇവിടെ കൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 2 to 4 സൈലം ആൻഡ് ഫ്ലോയം ആണ് ഇവിടെ കാണുന്നത്. ഒരിക്കലും അല്ല, മോർ ദാൻ 6 കണ്ടീഷൻ ആണ് എപ്പോഴും നമുക്ക് മോണോകോട്ട് റൂട്ടില് സൈലത്തെയും ഫ്ലോയത്തെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഡിഫറൻസ് ഇതാണ്. ഇവിടെ 2 to 4 സൈലം ആണെന്നുണ്ടെങ്കിൽ ഇവിടെയോ മോർ ദാൻ 6 സൈലം ആൻഡ് ഫ്ലോയം ബണ്ടിൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആദ്യത്തെ വ്യത്യാസം അതാണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ വ്യത്യാസം നമ്മൾ നോക്കുവാണ് മക്കളെ. ഇവിടെ ഈ പിത്ത് എന്ന് പറഞ്ഞ സാർ വരച്ച സാധനം കണ്ടോ? ഈ പിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സെൻട്രൽ പോർഷൻ, ഗ്രൗണ്ട് ടിഷ്യൂന്റെ സെന്റർ മോസ്റ്റ് പോർഷൻ ആണ് നമ്മുടെ പിത്ത് എന്ന് പറഞ്ഞത്. ഈ ഡൈക്കോട്ട് റൂട്ടിന്റെ പിത്ത് നമുക്ക് വലുതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എഴുതി വെക്കാം, പിത്ത് ഈസ് നോട്ട് ക്ലിയർ ആൻഡ് നോട്ട് വെൽ ഡെവലപ്ഡ് ആണ്. നോട്ട് വെൽ ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. നോട്ട് വെൽ ഡെവലപ്ഡ് ആണ്. ഓക്കെ, പക്ഷേ നമ്മുടെ മോണോകോട്ട് റൂട്ടിലെ പിത്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് കുറെ പിത്ത് കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് വ്യത്യാസമായിട്ട് നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും, ലാർജ് പിത്താണ് ഇവിടെ ഉള്ളത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി മൂന്നാമത് ലാസ്റ്റ് ഒറ്റ വ്യത്യാസം മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡൈക്കോട്ട് റൂട്ടിൽ എപ്പോഴും സെക്കൻഡറി ഗ്രോത്ത് നടക്കും, അതായത് വണ്ണം വെക്കുവേ. പക്ഷെ ഒരിക്കലും മോണോകോട്ട് റൂട്ട് എന്ത് ചെയ്യില്ല? വണ്ണം വെക്കില്ല. അപ്പൊ നോ സെക്കൻഡറി ഗ്രോത്ത് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ 3 പോയിന്റ് പഠിച്ചാൽ മതി. ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള ഏതൊരു വ്യത്യാസം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അതല്ല, കുറെ ഡേറ്റാസ് തന്നിട്ട് അതിനകത്ത് ഡൈക്കോട്ട് റൂട്ടിന്റെ മാത്രമുള്ളത് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ 3 പോയിന്റ് അല്ലാതെ വേറെ ഒന്നും വരാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അടുത്ത് നോക്കാം, നമ്മുടെ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മും തമ്മിലുള്ള വ്യത്യാസമാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കിയേ. ക്യൂട്ടികൾ 2 സ്ഥലത്തുണ്ട്, അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് അല്ല. എപ്പിഡെർമിസ് 2 സ്ഥലത്ത് സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസിന് താഴെയുള്ള പോർഷനാണ് ഹൈപ്പോഡെർമിസ്. അവിടെയുള്ള ഒറ്റ ഡിഫറൻസ് ഉള്ളൂ മക്കളെ. നമുക്ക് നോക്കാം, ഈ ഡൈക്കോട്ട് സ്റ്റെമ്മില് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് കോളൻ കൈമ വെച്ചിട്ടാണ്. കോളൻ കൈമ
പക്ഷെ നേരെ മോണോകോട്ടിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന കോളം കൈമയല്ല ഇവിടെ ഉള്ളത്. അത് എന്ത് വെച്ചിട്ടാണ്? സ്ക്ലീറൻ കൈമയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഡിഫറൻസ് കോളം കൈമയും സ്ക്ലീറൻ കൈമയും. രണ്ടാമത്തെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കുറെ സബ്സോണുകളായിട്ട് കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ ഇങ്ങനെ കുറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ മോണോകോട്ടിൽ കാണാൻ പറ്റും. ഇവിടെ ഗ്രൗണ്ട് ടിഷ്യൂ എന്ത് ചെയ്തിട്ടില്ല? ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ഒന്നുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. നോ എൻഡോഡെർമിസ്, നോ പെരിസൈക്കിൾ ആൻഡ് നോ കോർട്ടെക്സ് ലെയർ. ഒന്നും കാണാൻ പറ്റില്ല. എവിടെ? മോണോകോട്ട് സ്റ്റെമ്മിൽ ഇതൊന്നും കാണാനായിട്ട് പറ്റത്തില്ല. അതൊരു വലിയ ഡിഫറൻസ് ആണ്. നോക്കിയാൽ തന്നെ ഈ രണ്ട് ഡയഗ്രാം കാണുന്ന ഒരു നഴ്സറി സ്റ്റുഡൻസിന് പോലും ആ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇനി ലാസ്റ്റ് ഒരു ഒറ്റ ഒരെണ്ണമുള്ളൂ. നമുക്ക് വാസ്കുലാർ ബണ്ടിലെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, ഒരു 4 മുട്ട അടുക്കി വെച്ചേക്കുന്ന ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടോ? ഈ സാധനം നമുക്ക് കാണാൻ പറ്റും. റിംഗ് അറേഞ്ച്മെന്റ് ഇല്ല മക്കളെ. ഈ നടുക്ക് കാണുന്ന ഈ കേമ്പിയം കണ്ടോ? ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് റിംഗ് ആയിട്ട് മാറ്റാൻ പറ്റില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും, ഇവിടെ വാസ്കുലാർ ബണ്ടിലെ അറേഞ്ച്മെന്റ് റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ്. റിംഗ് അറേഞ്ച്മെന്റ് ഇല്ലെങ്കിൽ കൺജോയിന്റ് ഓപ്പൺ. നമ്മൾ നേരത്തെ പഠിച്ച കൺജോയിന്റ് ഓപ്പൺ കണ്ടീഷൻ ആണ് ഇവിടെ എന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് ആണ്. പക്ഷെ മോണോകോട്ടി നോക്കിയേ, ഇവിടെ ഒരിക്കലും ഈ ഒരു രീതിയിലല്ല ചെയ്തേക്കുന്നത്. മോണോകോട്ടി ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? സ്കാറ്റേർലി അറേഞ്ച്ഡ് വാസ്കുലാർ ബണ്ടിൽ. സ്കാറ്റേർലി അറേഞ്ച്ഡ് വാസ്കുലാർ ബണ്ടിലാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൺജോയിന്റ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും. ഈ മൂന്ന് വ്യത്യാസം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡൈക്കോട്ട് സ്റ്റെമ്മും മോണോകോട്ട് സ്റ്റെമ്മിനുള്ള വ്യത്യാസം നമുക്ക് പോയിന്റ് ഇഷ്ടം പോലെ മാർക്കുകൾ വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഏത് ഫീച്ചർ എഴുതി തന്നാലും നമുക്കിത് കാണാതെ നമുക്ക് എന്താ പറ്റും? പഠിക്കാൻ പറ്റും. ഇനി അടുത്താണ് മക്കളെ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. അപ്പൊ അവിടെ നമ്മുടെ ഡൈക്കോട്ട് റൂട്ടിൽ 3 ഡിഫറൻസ് പഠിച്ചില്ലേ? ആൻഡ് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ 3 ഡിഫറൻസ് പഠിച്ചില്ലേ? ഇവിടെ 3 ഒന്നും നമുക്ക് പഠിക്കാനില്ല. 2 ഉള്ളൂ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട്. ഒന്ന് നോക്കിയടാ, ഇവിടെ ക്യൂട്ടികൾ, രണ്ടിടത്തും ക്യൂട്ടികളുണ്ട്. ആൻഡ് സ്റ്റൊമേറ്റയാണ് ഇവിടെ വില്ലൻ. സ്റ്റൊമേറ്റ നോക്കിയേ, ഡൈക്കോട്ട് ലീഫില് അപ്പർ എപ്പിഡെർമിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമേറ്റ കുറവാണ്. സ്റ്റൊമേറ്റ ഫ്യൂവർ സ്റ്റൊമേറ്റ ഉള്ളൂ. ഓക്കെ. ആൻഡ് ഇവിടെ ലോവർ എപ്പിഡെർമിസിൽ സ്റ്റൊമേറ്റ എന്താണ്? കൂടുതൽ കാണാൻ പറ്റും. അതൊരു ഡിഫറൻസ് അല്ലേ? അതേ ഡിഫറൻസ് ആവണമെങ്കിൽ ഈ മോണോകോട്ടിലേക്ക് വരണം. മോണോകോട്ടിന്റെ ലീഫ് നോക്കി, ഒരു സ്റ്റൊമേറ്റ, 2 സ്റ്റൊമേറ്റ, 3, 4. ഓക്കെ. താഴെ 1, 2, 3, 4. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. മോണോകോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫും തമ്മിലുള്ള സ്റ്റൊമേറ്റയുടെ വ്യത്യാസമാണ്. മോണോകോട്ട് ലീഫില് അപ്പർ എപ്പിഡെർമിസിലും ലോവർ എപ്പിഡെർമിസിലും സ്റ്റൊമേറ്റയുടെ നമ്പർ ഈക്വൽ ആയിരിക്കും. സ്റ്റൊമേറ്റ ഈക്വൽ ആയിരിക്കും ബോത്ത് എപ്പിഡെർമിസിലും. പക്ഷെ ഇവിടെയോ ലോവറില് സ്റ്റൊമേറ്റ കൂടുതലാണ് ഇവിടെ. ആൻഡ് നമ്മുടെ അപ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമേറ്റ എന്തായിരിക്കും? വളരെ കുറച്ച് ഉണ്ടായിരിക്കുള്ളൂ സ്റ്റൊമേറ്റ. ഓക്കെ, അതാണ് ഒരു ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇങ്ങോട്ടേക്ക് നോക്കിയേ, നമ്മുടെ ഈ മോണോകോട്ട് ലീഫിലെ ഗ്രൗണ്ട് ടിഷ്യൂ, നമ്മുടെ ഈ ഗ്രൗണ്ട് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി, ഇവിടെ കുറേ മുട്ടകളാണ് കാണാൻ പറ്റുന്നല്ലേ? ഇവിടെ ഒരിക്കലും വേറൊരു ഷേപ്പ് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടേക്ക് നമ്മൾ നോക്കിയേ, ഇവിടെ ഈ മുട്ടകളും ഉണ്ട്. അതിന്റെ കൂടെ ഈ മോളിൽ കാണുന്ന എന്താണ്? ഈ കുറെ വേറെ ഷേപ്പിലുള്ള ഒരു പാരങ്കൈമ കാണുന്നുണ്ട് അല്ലേ? സെക്കൻഡ് ഡിഫറൻസ് ആണ് ഡൈക്കോട്ട് ലീഫിലെ മീസോഫിൽ സെല്ല്. ഈ മീസോഫിൽ സെല്ല് എന്ന് പറയുന്നത് പാലിസൈഡ് പാരൻകൈമ, സ്പോഞ്ചി പാരൻകൈമ എന്ന് പറഞ്ഞ് 2 ആയിട്ട് തിരിച്ചേക്കുക. പക്ഷേ നമ്മുടെ ഈ മോണോകോട്ട് ലീഫില് ഒറ്റ ഒരു പാരങ്കൈമയേ ഉള്ളൂ. അത് നമ്മുടെ സ്പോഞ്ചി പാരൻകൈമ മാത്രമായിരിക്കും. ഓൺലി സ്പോഞ്ചി പാരൻകൈമ. ഇവിടെ നമുക്ക് മറ്റേ ആളെ കാണാനായിട്ട് പറ്റത്തില്ല. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ഈ 2 ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിനക്ക് ഡൈക്കോട്ട് ലീഫും മോണോകോട്ട് ലീഫും തമ്മിലുള്ള എന്താണ് വ്യത്യാസം നമുക്ക് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒറ്റ സാധനം നമുക്ക് പഠിക്കാനുള്ളത് ബുളിഫോം സെൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അനാട്ടമി ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ 2 ലീഫ് തമ്മിലുള്ള വ്യത്യാസം. നോക്കിയേ, ലീഫ് 1 ലീഫ് 2 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും. രണ്ടാമത്തെ ലീഫ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എണീറ്റ് നിൽക്കുക. പക്ഷെ ഇവിടെയോ ഈ ലീഫുകളെല്ലാം ഇങ്ങനെ വളഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്. എന്താ കാരണം എന്നറിയാവോ? ഈ ലീഫില് നമ്മുടെ ഈ ലീഫ് കേർലായിട്ട് നിൽക്കുന്നതിന് ഒരു റീസൺ ആവും നമ്മുടെ ഈ ബുളിഫോം സെൽ എന്ന് പറഞ്ഞൊരു സെല്ലാ. കാര്യം എന്താ നോക്കാം. ഈ എപ്പോഴും ഇത് കൂടുതൽ കാണുന്നത് നമ്മുടെ ഗ്രാസസിലാണ്, ഗ്രാസ് പ്ലാന്റുകളിലാണ് കാണുന്നത്, വേറെ പ്ലാന്റുകളിലല്ല കേട്ടോ. ഗ്രാസ് പ്ലാന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മിഡ്രിപ്പാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ മിഡ്രിപ്പിനോടടുത്ത് ഈ അഡാക്സിൽ എപ്പിഡെർമിസിലായിട്ട് കുറെ ലാർജ് എം ഡി കളർലെസ് സെൽസ് കാണാൻ പറ്റുമേ. ലാർജ് ആണ്, എം ഡി ആണ്, കളർലെസ് ആണ് സെല്ലുകൾ കാണാൻ പറ്റും. അതിന്റെ പേരാണ് എന്താ? ബുളിഫോം സെൽസ്. ഇനി എന്താണെന്ന് നോക്കാം. ഇവർ ഈ മിഡ്രിപ്പിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുക.
മിഡ്രിപ്പിനോട് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ഇവരുടെ സൈസ് കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ഈ ഇനഫ് വാട്ടർ ഉള്ള ഒരു കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ബുളിഫോം സെൽസിലേക്ക് വെള്ളമെല്ലാം കയറിയിട്ട് ഇവരങ്ങോട്ട് ബൾജായിട്ട് അങ്ങ് നിൽക്കും. ഈ ബൾജായിട്ട് നിൽക്കുമ്പോൾ ഈ നടുക്കുള്ള മിഡ്രിപ്പിന് ഇതൊരു സപ്പോർട്ടാ. അപ്പോൾ ഈ ലീഫ് എങ്ങനെ നിൽക്കും? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. മനസ്സിലായോ? അതാണ് ഈ രണ്ടാമത്തെ ഡയഗ്രത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ് രണ്ടാമത്തെ ലീഫ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? അപ്പോൾ അവിടെ ബുളിഫോം സെൽസിൽ എന്ത് കൂടുതലുണ്ട്? വെള്ളം കൂടുതലുണ്ട്. ഇനി ഈ ബുളിഫോം സെൽസിൽ വെള്ളമെല്ലാം ഇല്ലാതായി ഇവർ ചുരുങ്ങി അങ്ങ് താഴേക്ക് പോകും. ചുരുങ്ങി താഴേക്ക് പോകുമ്പോഴത്തേക്ക് ഈ മിഡ്രിപ്പിന് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടോ? ഒരു സപ്പോർട്ടും ഇല്ല. ആ സമയത്ത് ഈ ലീഫ് എല്ലാം എന്ത് ചെയ്യും? കേർലിംഗ് ഡൗൺ, അതായത് ഇവര് വളഞ്ഞ് താഴേക്ക് പോകുന്നു. ഇതാണ് ബുളിഫോം സെൽസ് എന്ന് പറഞ്ഞാൽ. എന്താണ് ആ ലീഫില് എന്താണ് കേർലിംഗ് നടക്കുന്നതും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതും ഒക്കെ ഏത് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ബുളിഫോം സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മക്കളെ ഇത്രയേ ഉള്ളൂ. അനാട്ടമി ചാപ്റ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു.